ഒരു ഭ്രാന്തന്റെ മുറിയാണോ? അകത്തേക്ക് വരണ്ട. അങ്ങനെയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞതും കേട്ടതുമല്ല എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അകത്തോട്ട് വരണ്ടെന്ന്. SK എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. വാശിക്ക് വേണ്ടി ഞാൻ ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതി DK SK രണ്ടാണെന്ന് ഞങ്ങളാരും ഇതുവരെ കരുതിയിട്ടില്ല. DKക്ക് കൊടുക്കുന്ന അതേ സ്ഥാനം തന്നെയാ ഞങ്ങളുടെ മനസ്സില് SKക്ക് ഉള്ളത്. അമരാവതിയിലെ സകല സ്വത്തുക്കളുടെയും നേരവകാശിയാണ് SK. സ്വത്തും പണമൊന്നും എന്നെ ഒരിക്കലും ഭ്രമിപ്പിച്ചിട്ടില്ല മായ. ആവശ്യമില്ലെങ്കിൽ വിലയില്ലാത്ത ഒന്നാണ് പണം. പണത്തിനെ ജയിക്കാൻ ഞാൻ ശീലിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കിപ്പോ നല്ല സമാധാനമുണ്ട്. അല്ല, മായക്കിപ്പോ എന്താ അറിയേണ്ടത്? എന്താ ഈ വരവിന്റെ ഉദ്ദേശം? അത് അമ്മ റെസ്റ്റോറന്റ് ചുമതല ജ്യോതിക്കാണല്ലോ നൽകിയത്. അമ്മ എടുക്കുന്ന ഒരു തീരുമാനത്തെയും ഞാനോ DKയോ എതിർക്കില്ലെന്ന് മായക്കറിയില്ലേ? പക്ഷേ ബിസിനസിനെ കുറിച്ച് അവൾക്ക് എന്തറിയാം? പഠിച്ചിട്ടുണ്ടോ? മുൻപരിചയമുണ്ടോ? ഞാനോ താരയോ ചിത്രയോ ആണെങ്കിൽ ഇതൊക്കെ കണ്ടും കേട്ടും പരിചയം ഉണ്ടെന്നെങ്കിലും പറയാം. ആ പറഞ്ഞതിൽ ഒരു ന്യായമില്ലാതില്ല. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ മായയുടെ അഭിപ്രായം? റെസ്റ്റോറന്റ് SK തന്നെ ഏറ്റെടുക്കണം. SKക്കാവുമ്പോ ഇതൊക്കെ ബ്ലഡിൽ തന്നെ ഉള്ളതാണല്ലോ. അത് കറക്റ്റാ. അതെ, ജ്യോതി റെസ്റ്റോറന്റിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അവൾ ഇറങ്ങി വരുമ്പോ ഹോട്ടലിലേക്ക് പോകണ്ടെന്ന് SK പറയണം. ശരി, പറയാം. എന്നിട്ട് റെസ്റ്റോറന്റിലേക്ക് SK പോകാന്ന് പറയണം. അത് വേണോ? എനിക്ക് താല്പര്യമില്ലാത്ത കേസാണ്. ആയിക്കോട്ടെ, പക്ഷേ തൽക്കാലത്തേക്ക് SK ഇത് ചെയ്യണം. അവൾ ഈ വീട്ടിൽ നിന്ന് പോയാ DKയുടെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും? ഓ, DKയുടെ കാര്യം. അത് ശരിയാ. ഇപ്പോഴാ ഞാനത് ഓർത്തത്. ശരി, DKക്ക് വേണ്ടിട്ടല്ലേ, ഞാൻ പറയാം. പോരെ? മതി, അത് മതി. എന്നാ ഞാൻ പോട്ടെ. ഓ, ആയിക്കോട്ടെ. എന്തോ ഇത്? ഒരു വഴിക്ക് ഇറങ്ങുമ്പോഴാണോ ഇങ്ങനെ ചൂലും ബക്കറ്റും ഒക്കെ ആയിട്ട് വരുന്നത്? അല്ല, ഈ പട്ടുസാരി ഉടുത്തിട്ടാണോ കക്കൂസ് എഴുതാൻ പോകുന്നത്? എനിക്ക് ഈ ജോലി ഏൽപ്പിച്ചു തന്നതിന്റെ പിന്നില് നിന്റെ ബുദ്ധിയല്ലേ? അപ്പൊ പിന്നെ നിന്നെ കാണിച്ചിട്ട് വേണ്ടേ ജോലി തുടങ്ങാൻ? ഓഹോ, അങ്ങനെയാണോ? എന്നാ പിന്നെ നടക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ആർക്ക് വേണം നിന്റെ ബെസ്റ്റ് വിഷ്? ഇറങ്ങി പോടി ബേക്കറിക്കാരി. അടുക്കളക്കാരിക്ക് ഇത്രയും ശൗര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്ത് യോഗ്യതയുണ്ടടി നിനക്ക് റെസ്റ്റോറന്റ് മാനേജർ ആവാൻ? നന്നായിട്ട് കാല് തീരുമാനം അറിയാമെങ്കിൽ ഇതുപോലുള്ള പോസ്റ്റുകളൊക്കെ കിട്ടും. അതെ, ഞാനൊരു നല്ല വഴിക്ക് ഇറങ്ങിയതാ. അതുകൊണ്ട് നിന്നോടൊക്കെ ഇതിന് മറുപടി പറയാനും ഞാനില്ല. പോകുന്ന വഴിക്ക് അമ്പലത്തിലൊന്ന് കയറണം. നിന്നെയൊക്കെ ചീത്ത വിളിച്ച നാവ് കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുന്നത് തന്നെ പാവോ. അതുകൊണ്ട് നോ കമന്റ്സ്. ഞങ്ങളെയൊക്കെ ഇതിനകത്ത് ഒതുക്കിയിട്ട് റെസ്റ്റോറന്റ് ഭരിക്കാമെന്നുള്ള നിന്റെ ആഗ്രഹം നടക്കില്ല. എനിക്ക് ഒന്നിനോടും അമിതമായി ഒരു ആഗ്രഹവും ഇല്ല.
അമ്മ പറഞ്ഞു, ഞാൻ അനുസരിച്ചു, അത്രേ ഉള്ളൂ. നിനക്ക് അമ്മ തന്നത് കുശനിപ്പണിയല്ലേ, നീ അത് വൃത്തിയായിട്ട് ചെയ്യ. ഭാവിയിൽ നിനക്ക് റെസ്റ്റോറന്റിൽ വല്ല വേക്കൻസി വന്നാ ഞാൻ പരിഗണിക്കാം. എന്താടി പറഞ്ഞത്? കയ്യാങ്കളി വേണ്ട. ഇതെന്റെ ഏട്ടത്തി അമ്മയാ. ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടോ? എസ്കെ, ഇവളും അമ്മയും കൂടി ഞങ്ങള് മനഃപൂർവ്വം കഷ്ടപ്പെടുത്തുവാ. നിങ്ങൾ രണ്ടും കൂടി ചെയ്തു കൂട്ടിയതിന് ഇത്രയൊന്നും ശിക്ഷ തന്നാ പോരാ. ഗുരുജി പകർന്നു തന്ന വെളിച്ചം എന്റെ ഉള്ളിലുള്ളതുകൊണ്ടാ. ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ എന്നേ ഞാൻ ഇതിനകത്ത് ചവിട്ടി പുറത്താക്കിയേനെ. മായ എന്നെ എരികേറ്റാൻ ഒരുപാട് ശ്രമിച്ചു. ആദ്യം എനിക്ക് നിങ്ങൾ പറഞ്ഞതിന്റെ പൊരുള് പലപ്പോഴും മനസ്സിലായില്ല. പലതും ഞാൻ ശ്രദ്ധിച്ചതേയില്ല. ഇനി അതൊന്നും ആവർത്തിക്കണ്ട. എന്റെ ഏട്ടത്തിയമ്മയ്ക്ക് ഈ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഉണ്ടായാൽ ഉണ്ടാക്കുന്നവരാരായാലും പിന്നെ ഈ വീട്ടിലുണ്ടാവില്ല. ഏട്ടൻ ഒരുപാട് ക്ഷമയുണ്ട്, പക്ഷെ എനിക്കത് തീരെയില്ല. അതുകൊണ്ട് അവരവർക്ക് അമ്മ തന്ന ജോലി സന്തോഷത്തോടെ ചെയ്യുക. വെറുതെ എന്റെ ഏട്ടത്തിയമ്മയെ ബുദ്ധിമുട്ടിക്കരുത്. എടുത്തി പൊയ്ക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശിവ. ആ, നിങ്ങളുടെ ജോലി നടക്കട്ടെ. ചെല്ലേ. അപ്പൊ ചരട് വലിച്ചവരെയൊക്കെ അവൻ അതേ ചരട് കൊണ്ട് തന്നെ കെട്ടി. അല്ലേ അളിയ? നിന്നെയൊന്നും പോലല്ല, ഭ്രാന്തനാണെങ്കിലും അവൻ മിടുക്കനാ. എന്റെ അളിയ, ഇപ്പൊ അതല്ല പ്രശ്നം. ആ പിന്നെ? റെസ്റ്റോറന്റിന്റെ ചുമതല തൽക്കാലം അമ്മ ജ്യോതി ഏൽപ്പിച്ചു. ജ്യോതിയെ? അതെ, അവളെ തന്നെ. അളിയൻ അറിയാലോ, ഞങ്ങള് പൊന്നുപോലെ നോക്കി നടത്തുന്ന റെസ്റ്റോറന്റ് അത്. അത് ശരി. അപ്പൊ കിട്ടിയ അവസരം അവളങ്ങ് മുതലെടുത്തു. ആ, ഡി കെയുടെ അഭാവത്തിൽ റെസ്റ്റോറന്റ് ഭാര്യ നോക്കി നടത്തുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അളിയ, കുറെ നാളുകളായി ഡി കെ ഞങ്ങളെ റെസ്റ്റോറന്റിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണല്ലോ. ഇങ്ങനെ അതെ, ഡി കെക്ക് ഇപ്പോ ഞങ്ങളോട് പഴയ താല്പര്യമൊന്നുമില്ല. പണ്ടൊക്കെ ഒരു കാര്യം ഡി കെ ഞങ്ങളെ ഏൽപ്പിച്ച പിന്നെ അതിന്റെ പിന്നാലെ ഡി കെ വരില്ലായിരുന്നു. ഇപ്പൊ അതല്ല സ്ഥിതി. ഓരോന്നും 100 വട്ടം കുത്തി കുത്തി ചോദിക്കും, ഒരുമാതിരി വിശ്വാസമില്ലാത്ത പോലെ. വിട്ടുകൊടുക്കരുത്. റെസ്റ്റോറന്റ് എന്നായാലും നിങ്ങൾക്കുള്ളതാ. അത് കയ്യിൽ നിന്ന് പോകരുത്. ഇനി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നറിയില്ല. ഇങ്ങനെ പോയാ മിക്കവാറും ഡി കെ ചിലപ്പോ ഞങ്ങളെ ഇറക്കി വിടും. ഇടാം, ഒരു ദിവസം പോലും ആ റെസ്റ്റോറന്റ് അവക്ക് സമാധാനത്തോടെ നടത്താൻ പറ്റരുത്. പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളായി അവൾ അവിടുന്ന് ഇറങ്ങി ഓടണം. ആ, അതിരിക്കട്ടെ. സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യത്തിൽ എന്തായി തീരുമാനം? ഒന്നും ആയില്ല. ആദ്യം ഡി കെ ഒന്ന് സമ്മതിച്ചു വന്നതാ. അന്ന് അമ്മയെ അത് മുടക്കിയത്. പിന്നെ അതിനെക്കുറിച്ച് ഒരു സംസാരവുമില്ല. അളിയന്റെ പെങ്ങളുപ്പ് അവളുടെ പക്ഷത്തായി. അതാണ് അവളുടെ മിടുക്ക്. എവിടെ ഇടിച്ചു കയറി സ്ഥാനം ഉറപ്പിക്കാനുള്ള അസാമാന്യ കഴിവുണ്ടവൾക്ക്. അളിയ, റെസ്റ്റോറന്റ് കയ്യിൽ നിന്ന് പോയാ അത് ഞങ്ങളെ തകർത്ത് കളയും. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എല്ലാം കൊണ്ട് അമരാവതിയിൽ ഞങ്ങളുടെ നില ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുക. ഡി കെ ഇപ്പൊ പഴയ ഡി കെ അല്ല. അവള് ഡി കെയെ വല്ലാതെ മാറ്റിക്കളഞ്ഞു. അവളെ ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്ന
പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കി അവളെ നശിപ്പിച്ചേ പറ്റൂ. ഇന്ന് അവള് ഹോട്ടലിൽ കയറി പറ്റി. നാളെ അവളെ DK മയക്കി സ്വത്തെല്ലാം സ്വന്തം പേരിലാക്കി എടുക്കില്ലെന്ന് ആര് കണ്ടു? അളിയ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്കാം. ആ, നിർബന്ധമാണോ? അതെ, നിർബന്ധമാണ്. ആ, നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് ചിലത് പ്ലാൻ ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, എന്ത് സംഭവിച്ചാലും കൂടെ നിൽക്കാമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരണം. നാളെ DK കണ്ണുരുട്ടി കാണിക്കുമ്പോ എന്നെ ഒറ്റ കൊടുക്കാൻ നിൽക്കരുത്. ഇല്ല അളിയ, ഞങ്ങൾ അളിയൻ പറയുന്നത് പോലെ ചെയ്യാം. വിശ്വസിക്കാമോടാ? വിശ്വസിക്കാം. മരിച്ചാലും ഞങ്ങൾ കൂടെ നിൽക്കും. എങ്കിൽ ജ്യോതിയെ അമരാവതിയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അത് ജീവനോടെയായാലും ശവമായിട്ടായാലും. പക്ഷേ കൂടെ നിന്ന് ചതിച്ച അത് നിന്റെയൊക്കെ സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമായിരിക്കും. ഇല്ലളിയ, ഞങ്ങളെ വിശ്വസിക്കാം. എങ്കിൽ ജ്യോതിയെ ഫിനിഷ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്ങനെ? ഹോട്ടലിലൊരു തീപിടുത്തം ഉണ്ടായ പോരെ? തീ എന്തിനേയും കത്തിച്ച് ചാമ്പലാക്കുന്ന തീയിൽ ജ്യോതി എരിഞ്ഞു തീരും. അവളുടെ ചാരം പോലും പിന്നെ ബാക്കി കിട്ടില്ല. അത് മതിയോ അളിയന്മാരെ? മതി, അത് മതി. എന്നാ ശരിയളിയ. ശരി ശരി. ജ്യോതി, പൊന്നുമോളെ, നിനക്കുള്ള ചിത റെഡിയായി കഴിഞ്ഞു. അവന്മാരെ ഉപയോഗിച്ച് നിന്നെ ഞാൻ ഫിനിഷ് ചെയ്യും. എന്നിട്ട് നിന്റെ അനിയത്തിയെ ഞാൻ കൊണ്ടുപോകും. ആരെതിർത്താലും കൊണ്ടുപോകും. കത്തിയെരിഞ്ഞൊരു വെയിലിൽ കുളിരിൻ മുത്തുപൊഴിക്കണ മഴയായി, കണ്ണുകളിലൊത്തിരി കൗതുകമുള്ളൊരു പാവം പെൺകിളി വരവായി. കത്തിയെരിഞ്ഞൊരു വെയിലിൽ കുളിരിൻ മുത്തുപൊഴിക്കണ മഴയായി, കണ്ണുകളിലൊത്തിരി കൗതുകമുള്ളൊരു പാവം പെൺകിളി വരവായി. എതിരുകളാകും ശീലം പേറും ഇവരോ ഇനി നാളെ പതിയെ കൂടും കളിയിൽ ചിരിയിൽ ഒന്നായി ചേരാനോ, പിഴവുകൾ താനേ നീളും നേരം പോരാ കണ്ണീരോ, ഈ ഒരു ജീവിത വഴിയിൽ വീഴാനുള്ളോ പനിനീരോ. അതെന്തിനാണ് മാഡം ഈ ചെയറിലിരുന്നൂടെ? വേണ്ട, ഇത് DKക്ക് മാത്രമുള്ള ചെയറാ. ഞാൻ ഇതിലിരിക്കില്ല. വേറൊരു ചെയർ ഇവിടെ ഇട്ടോളൂ. ആ ശരി മാഡം.
എന്താടാ? എനിക്ക് ഏട്ടനോട് ഇത് പറയണമെന്ന് അറിയില്ല. നീ വളച്ചു കിട്ടാതെ കാര്യം പറയടാ. ഗുരുജി പറഞ്ഞ ചില കാര്യങ്ങള് മനസ്സിലിങ്ങനെ മായാതെ കിടക്കുന്നോണ്ടാ എനിക്കിപ്പോ ഏട്ടനോടിത് പറയാനുള്ള ധൈര്യം കിട്ടിയത് തന്നെ. നമ്മുടെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടവും ദേഷ്യത്തിന് പിന്നിലെ സ്നേഹവും മനസ്സിലാക്കാൻ അപൂർവം ചിലർക്കേ കഴിയൂ. കൂടെ കൂട്ടേണ്ടതും സ്നേഹിക്കേണ്ടതും അങ്ങനെയുള്ളവരെയാണെന്നാ ഗുരുജി പറയുന്നത്. അത് സത്യോ? എന്നിട്ടെന്തേ ഏട്ടൻ ഇപ്പോഴും ഏട്ടൻ ആരും പറഞ്ഞില്ല. ഈ വീട്ടിലെ കാരണവരെ ഏട്ടനാ. എല്ലാവരുടെയും റോൾ മോഡലും ഏട്ടൻ തന്നെയാ. ഏട്ടൻ ഞങ്ങളെയെല്ലാം എന്നും സ്നേഹിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ ഏട്ടൻ ഏട്ടത്തിയുടെ സ്നേഹം കാണാതെ പോകരുത്. ഇനിയും ആ പാവത്തിനെ വിഷമിപ്പിക്കരുത്. സുപ്രിയ ഏട്ടത്തിക്ക് പകരമാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ആ സ്ഥാനത്ത് തന്നെ പ്രാർത്ഥനയോടെ ഇപ്പോഴും കാത്തിരിക്കുന്നത്, ഈ വീട് മുഴുവൻ കാത്തിരിക്കുന്നത്. അമ്മയുടെ ആഗ്രഹം നിങ്ങൾ സാധിച്ചു കൊടുക്കണം. നിനക്ക് നല്ല അടിയുടെ കുറവുണ്ട്. ഒരു ഏട്ടനോട് പറയാവുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? എന്നോട് പറഞ്ഞു അവളുടെ മുമ്പിലെങ്ങാനും ചെന്ന് ഈ മണ്ടത്തരങ്ങൾ വിളമ്പിയേക്കരുത്. അല്ലെങ്കിൽ തന്നെ അവളിപ്പോ എന്നെ വിളിക്കുന്നത് പറയട്ടാ. എന്തു പേരാ? അങ്ങനെ ഇപ്പൊ എന്റെ മോൻ അത് കേട്ടങ്ങ് സൂഹിക്കണ്ട. കുശിനിക്കാരനെന്നല്ലേ അമ്മ എന്നോട് പറഞ്ഞു. കൊള്ളാം, നല്ല സൂപ്പർ പേരാ. കുശിനിക്കാരനും രാജകുമാരിയും. അവൻ ഉപദേശിക്കാൻ നടക്കുന്നു. ഏട്ടത്തിയമ്മയെ എന്തായാലും ഹോട്ടലിന്റെ ചുമതല ഏൽപ്പിച്ചത് നന്നായി. അവളിനി അവിടെ ചെന്ന് എന്തൊക്കെ മണ്ടത്തരങ്ങൾ കാണിക്കുമെന്തോ. ഏട്ടത്തി മണ്ടത്തരൊന്നും കാണിക്കില്ല. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കഴിവ് ഏട്ടത്തിക്കുണ്ട്. ഏട്ടാ,
പരസ്പരം സ്നേഹിച്ച് കൊതി തീരാതെ മരിച്ചുപോയ രണ്ടുപേര് 7 ജന്മങ്ങൾക്കപ്പുറം വീണ്ടും ഒരുമിച്ച് ചേർന്നത് ആ സ്നേഹത്തിന്റെ ശക്തിയാ. അങ്ങനെ നോക്കുമ്പോ സുപ്രിയേട്ടത്തിയല്ല, ജ്യോതിയേട്ടത്തിയ ഏട്ടന്റെ യഥാർത്ഥ ഭാര്യ.